ഹായ്. കേരള PSCയുടെ 143 തസ്തികകളിലേക്കുള്ള PSC വിജ്ഞാപനം വന്നിരിക്കുകയാണ്. വളരെ എക്സൈറ്റ്മെന്റോടുകൂടി, വളരെ പ്രതീക്ഷയോടുകൂടി ഒരുപാട് സമയങ്ങളായി കാത്തിരിക്കുന്ന വ്യത്യസ്തമായ അനവധിയായിട്ടുള്ള തസ്തികകൾ നമുക്കതിൽ കാണാൻ കഴിയും. അത് ജില്ലാ തലത്തിലുമുണ്ട്, സംസ്ഥാന തലത്തിലുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഉദ്യോഗാർത്ഥികൾ അടക്കം ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, സർ, UPSC അറബിക് പരീക്ഷ എപ്പോഴാണ് വരിക എന്നത്. ജില്ലാ തലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ജില്ലകളിലേക്കുള്ള UPSC പരീക്ഷ, UPSA പരീക്ഷ, UP സ്കൂൾ അധ്യാപകരാകാനുള്ള അറബിക് അധ്യാപകരെ തിരഞ്ഞെടുക്കുന്ന ഗവൺമെന്റ് പരീക്ഷ ഉടൻ പ്രഖ്യാപിക്കുകയാണ്. തസ്തികകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് PSC തസ്തികകളിലേക്ക് വിളിച്ച 143-ൽ ഒന്ന് വിവിധങ്ങളായ ജില്ലകളിലേക്കുള്ള UPSA അറബിക് പരീക്ഷയാണ്. നമുക്കറിയാം, പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ഇപ്പൊ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം കുറച്ചായിട്ട് ഇത് വിളിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുള്ള മേജർ ജില്ലകളും മൈനർ ജില്ലകളുമായ ചെറിയതും വലുതുമായ എല്ലാ ജില്ലകളിലും ഒട്ടനവധി ഒഴിവുകളുള്ള ഒരു എക്സാമാണ്, ഒരു തസ്തികയാണ് UPSA അറബിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, എപ്പോൾ വരും നോട്ടിഫിക്കേഷൻ എന്നത് കൃത്യമായി നമുക്കറിയില്ലെങ്കിലും എന്തായാലും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ പരീക്ഷ വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഈ UPSC അറബിക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഡ്ഫിൽ ലേണിംഗിന്റെ മിഷൻ UPSA അറബിക് എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രോഗ്രാം, ഒരു പദ്ധതി നിങ്ങളെ സർക്കാർ ജോലിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം LPSC അറബിക്കിന്റെ പരീക്ഷ ജൂൺ 2 നടന്ന സമയത്ത് ഒട്ടനവധി വിദ്യാർത്ഥികൾ, ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ അവർക്ക് അവരുടെ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കുമെന്ന് 65-ഉം 70-ഉം ഒക്കെ മാർക്ക് കിട്ടിയ ആളുകളെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. HSA, ഇനി വരാനിരിക്കുന്ന HSAയിലും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. UPSA എന്ന് പറയുന്ന മിഷൻ ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാം. എഡ്ഫിൽ ലേണിംഗിന്റെ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ടെസ്റ്റുകളും പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസും പോപ്പ് ടെസ്റ്റുകളുമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ഒരു വലിയ സ്റ്റഡി സ്ട്രാറ്റജി, ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള പഠന സിസ്റ്റം ഞങ്ങൾ കൊണ്ടുവരികയാണ്. നിങ്ങൾക്കും ആ ഒരു മെമ്പറായിട്ട് അതിൽ ജോയിൻ ചെയ്യാം. താഴെ എഡ്ഫിൽ കമ്മ്യൂണിറ്റി ഫ്രീ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പഠന തന്ത്രങ്ങൾ മനസ്സിലാക്കിയിട്ട് അടുത്ത സർക്കാർ ജോലി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഒരുക്കം നേരത്തെയാക്കിയിട്ട് റാങ്കിൽ എത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാം. എഡ്ഫിൽ ലേണിംഗ് നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് താഴെയുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇവിടെയുള്ള നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എനിവേ, താങ്ക് യു.